ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നാളെ നമ്മൾ കാത്തിരുന്ന മാത്സിന്റെ എക്സാം ആണ് അല്ലേ. ഇത്രയും ദിവസം നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് നാളെ നമ്മൾ അറിയാൻ വേണ്ടി പോവുകയാണ്. എക്സാം ഈസി ആവണമെങ്കിൽ നമ്മൾ നല്ല പോലെ പഠിക്കണം, നല്ല പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം അല്ലേ മക്കളെ. കോമൺ ഫാക്ടേഴ്സ് അഥവാ പൊതുഘടകങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് നാളെ എന്തായാലും ഒരു ചോദ്യം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 12ന്റെ പൊതുഘടകങ്ങൾ എഴുതാം, അതേപോലെ 18ന്റെ പൊതുഘടകങ്ങൾ എഴുതാം. അതായത് 12ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഘടകക്രിയ ചെയ്യുക അല്ല, അഥവാ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 × 6 12 ആണ്, അതേപോലെ 2 × 3 6 ആണ്. ഇതിനെ നമുക്ക് 2² × 3 എന്ന് എഴുതാം 12ന്. ഇനി 18 ആണെങ്കിലോ, 18 നമുക്ക് 2 × 9 are 18, അതേപോലെ 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. ഇതിനെ നമുക്ക് 2 × 3² എന്ന് എഴുതാം. ഇതിൽ കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുക്കണം മക്കളെ. 2 × 2ഉം ഒരു സ്ഥലത്ത് 2 × 2ഉം ഒരു സ്ഥലത്ത് 2ഉം ഏതാണ് നമ്മൾ കോമൺ എടുക്കുക? കോമൺ ആയിട്ട് 2 ആണുള്ളത് എന്നല്ലേ നമ്മൾ പറയാം. അപ്പൊ ഇതിനെ കോമൺ ഫാക്ടർ അഥവാ ഇതിന്റെ പൊതുഘടകം എന്ന് പറയുന്നത് 2ഉം 3യുമാണ്. 2 × 3. അപ്പൊ എത്ര ഫാക്ടേഴ്സ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മളൊരു 2 × 3 ആണ്. അപ്പൊ ഇതിന് എത്രയൊക്കെയാണ് ഫാക്ടേഴ്സ് ഉണ്ടാകുക? 1 ഉണ്ടാകും, 2 ഉണ്ടാകും, പിന്നെ ഏതാണ് 3 ഉണ്ടാകും, പിന്നെ 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ടോട്ടൽ 4 ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിന് കോമൺ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ആരും പഠിക്കാതെ പോകരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുന്നത്തെ നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. 360, 360യും അതേപോലെ 300ഉം. 360യുടെ കോമൺ ഫാക്ടേഴ്സ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഫാക്ടേഴ്സ് എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്റ്റ് ഓഫ് പവർ ഓഫ് പ്രൈം ആയിട്ട് എഴുതാൻ പോവാന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 2 ആണ്, 2 × 8 are 16 180, 2 9s are 18, ഇവിടെ 0 വരും. 2 × 4s are 8, 2 × 5s are 10, ഇവിടെയോ 5 9s are 45, ഇവിടെ 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 360നെ നമുക്ക് എന്താക്കി എഴുതാം? 2³ × 3² × 5 എന്ന് 360നെ നമുക്ക് എഴുതാം. ഇനി 300നെ നമ്മൾ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? 2 × 1s are 2, ഇവിടെ 2 5s are 10 150, ഇവിടെയോ 2 7s are 14, 2 5s are 10, ഇവിടെ വീണ്ടും 5 എടുത്തു കഴിഞ്ഞാൽ 5 × 1 എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ 2 വരുമ്പോൾ 15, പിന്നെയോ 5 × 3 അഥവാ 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 300നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² × 3 × 5² നമുക്ക് എഴുതാൻ പറ്റും. ഇതിലെ കോമൺ ഫാക്ടേഴ്സ് എന്താണ്? ഇതിലെ കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ 2³ ഉണ്ട്, 2² ഉണ്ട്. അപ്പൊ കോമൺ ഏതാണ്? 2² 2³ ഉണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എഴുതുക. 2²നെ നമ്മൾ കോമൺ ആക്കി എഴുതും. അടുത്തതോ 3 ഉണ്ട്, 3² ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഏതിനെ എടുക്കുക? നമ്മൾ 3നെ എടുക്കും. ഇവിടെ 5 ഉണ്ട്, 5² ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ഏതിനെയാണ് എടുക്കുക? നമ്മൾ കോമൺ ആയിട്ട് 5നെ എടുക്കും അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയാണ് ഫാക്ടേഴ്സ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 2⁻²ഉം 3⁻1ഉം 5⁻1ഉം. ഇതിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോവാ കേട്ടോ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെയോ 1 + 1, ഈ 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെയും 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 3 × 2 6, 6 × 2 12, ടോട്ടൽ 12 എണ്ണമാണ് ഉള്ളത് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ 42ഉം 70ൻ്റെയും കോമൺ ഫാക്ടർ എന്താണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മാത്രമല്ല മക്കളെ, നിങ്ങൾക്ക് ഇതാ അവെഞ്ചേഴ്സ് ബാച്ചിന്റെ എൻ ഗെയിം ബാച്ച് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ. മിസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആനുവൽ എക്സാം ഉണ്ട്. അതിന്റെ റിവിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോസുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.